അല്പസമയം മുമ്പാണ് ഒരു സമഗ്രമായ തിരുവനന്തപുരത്തിന് ചിത്രം നൽകിയത്. കാരണം മേഘാവൃതമാണ്. ഈ മഴ അത് ചാറ്റൽ മഴയായി മാത്രം തുടരുകയാണ്. മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുന്നറിയിപ്പുകൾ അനുസരിച്ച്, കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ അനുസരിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൂടി അതിശക്തമായ മഴയുണ്ടാകും. അതിന് പ്രധാനമായ സ്വാധീന ഘടകമാകുന്നത് ചക്രവാത ചുഴിയാണ്. കേരള തീരത്ത് രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ്. അത്തരത്തിൽ പ്രവചനങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ 2 ദിവസം കൂടി അതിശക്തമായ മഴയുണ്ടാകും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നിലവിൽ അതിശക്തമായ മഴയില്ല. തിരുവനന്തപുരം ജില്ലയിൽ നമുക്കറിയാം, അതിശക്തമായൊരു മഴ പെയ്താൽ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലെല്ലാം വെള്ളക്കെട്ടുകൾ രൂപപ്പെടും. ഇവിടെ നമുക്ക് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് ഈ മഴ ഉണ്ടാകുന്ന ആ 2 മഴകൾ, ഇപ്പോൾ ഒരു മഴ അടുപ്പിച്ച് 2 മഴ പെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ദൈർഘ്യം അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ആ ഒരു ഒരു ഗ്യാപ്പാണ് ഈ പറയുന്ന വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാവകാശം നൽകുന്നത്. അത്തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത്തരത്തിൽ ചാറി നിൽക്കുകയാണ് മഴ. അതിശക്തമായ മഴ ഉണ്ടാകുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ ആശ്വാസം സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അത് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ വെളിച്ചം വന്നു തുടങ്ങി, ഈ കാർമേഘങ്ങൾ നീങ്ങി തുടങ്ങുന്ന ഒരു സ്ഥിതിയാണ്. വലിയ മഴ, അത് ഈ ചക്രവാത ചുഴിയുടെ സാന്നിധ്യമുണ്ട്. കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു സ്വാധീന ഘടകമായാൽ, അതിശക്തമായ മഴയുണ്ടായാൽ നഗരപ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിൽ മുങ്ങുമെന്നുള്ളതാണ്. പിന്നെ തീരപ്രദേശങ്ങളിൽ അതിശക്തമായ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇനി മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം തിരമാലകളുടെ ഉയരം കൂടാനും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ തീരപ്രദേശങ്ങളിലാകട്ടെ മലയോര മേഖലയിലാകട്ടെ ജാഗ്രത പാലിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ മുന്നറിയിപ്പുണ്ട്. അത്തരത്തിൽ മുന്നറിയിപ്പുകളും ജാഗ്രതയും പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രവചനങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് 2 ദിവസം കൂടി അതിശക്തമായ മഴ ഉണ്ടാകാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് മഴ നിലവിൽ വിട്ടു നിൽക്കുകയാണ് മോദി. ശരി രാഹുൽ, നമുക്ക് രാഗിനിലേക്കൊന്ന് പോവാം. കൊച്ചിയിൽ രാഗിൻ, നേരത്തെ ശബ്ദത്തിന് എന്തോ തകരാറുണ്ടായിരുന്നു, ഇപ്പം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കൊച്ചി നഗരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വെള്ളക്കെട്ടൊക്കെ അങ്ങനെ ഒഴിഞ്ഞു തുടങ്ങുന്നുണ്ടോ? മഴ വരാനുള്ള സാധ്യതയുണ്ടോ അതോ മഴ പെയ്യുന്നുണ്ടോ? കൊച്ചി നഗരത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ കാണാം. മാത്രമല്ല ശക്തമായിട്ടുള്ള മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകാം. ഇന്നലെ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല പ്രദേശങ്ങൾ, കടവന്ത്ര, അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡ്, പള്ളിമുക്ക് ഉൾപ്പെടെയുള്ള പല വിവിധ മേഖലകളിലും വെള്ളം കയറിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചയിലും മഴ അല്പം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ വെള്ളം അങ്ങ് ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു മേഖലയാണ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരം. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് കാലങ്ങളായി തന്നെ ദുരിതം ഉണ്ട്. എന്തായാലും ഇപ്പോഴും പല മേഖലകളിലും ഈ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം വെള്ളം പൂർണ്ണമായും, ഇന്നലെ കെട്ടിയ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. അതിന് പുറമെയാണ് ഇപ്പോൾ വീണ്ടും രാവിലെ ഇത്തരത്തിൽ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ലക്ഷണം കണ്ടിട്ട് നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മഴ വരും മണിക്കൂറുകളിലും തുടരാനോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും നഗരത്തിലെ സ്ഥിതി മോശമാകും. നേരത്തെ ഈ ഡ്രെയിനേജിൻ്റെ സംവിധാനം, ഈ ഡ്രെയിനേജ് നേരത്തെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളും പരിപാടികളും ഒക്കെ നടത്തിയെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം ഇപ്പോഴും ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൊച്ചി നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ മഴയുണ്ടായാൽ പെട്ടെന്ന് വെള്ളം കിട്ടും. മഴ അല്പം തോർന്നു നിന്നാൽ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ കഴിഞ്ഞതിന് മുൻപത്തെ വർഷത്തിൽ അങ്ങനെ വെള്ളം ഇറങ്ങിപ്പോയില്ല. കാരണം അത് ഡ്രെയിനേജിൻ്റെ വലിയ തോതിലുള്ള പാകപ്പിഴയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഡ്രെയിനേജ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മോട്ടോർ ഉപയോഗിച്ചൊക്കെ അത് പമ്പ് ചെയ്യുന്ന നീക്കുന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മഴക്കെടുതി അല്ലെങ്കിൽ വെള്ളക്കെട്ട് താഴ്ന്ന മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം KSRTC ബസ് സ്റ്റാൻഡ് മേഖലകളിലും പലയിടങ്ങളിലും ഇന്നലെ കെട്ടിയ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. മാത്രമല്ല ഇന്നും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണെങ്കിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത.